പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കണ്ടത്തിൽ നിന്ന് പശുവിനെ അഴിച്ചിട്ട് വരുമായിരുന്നു. അന്നേരം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് പശുവിൻ്റെ ദേഹത്തു നിന്നും ഒരു അട്ട ഇങ്ങനെ താഴോട്ട് വീണു. അപ്പോൾ ആ അട്ട താഴെ കിടന്ന് ഇങ്ങനെ എഴയുക. അപ്പോൾ അമ്മ അത് കണ്ടപ്പോഴത്തേക്കും ഒരു പാത്രത്തിൻ്റെ അടപ്പെടുത്ത് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ ആ അട്ട എഴഞ്ഞ് ആ ഒരു പാത്രത്തിൻ്റെ അടപ്പിലോട്ട് ഇങ്ങനെ കയറി. ഇതിനെ കുളയട്ട എന്നാണ് പറയുന്നത്. നമ്മുടെ മനുഷ്യൻ്റെ കാലിലും പിന്നെ മൃഗങ്ങൾ അതിൻ്റെയൊക്കെ കാലയിൽ ഇങ്ങനെ വെള്ളത്തിലിറങ്ങുമ്പോഴത്തേക്കും പറ്റി പിടിച്ചിരിക്കും. നമ്മുടെ ശരീരത്തെ ബ്ലഡ് അതിങ്ങനെ ഊറ്റി കുടിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പശുവിൻ്റെ ദേഹത്ത് ആ ബ്ലഡ് കുറേയൊക്കെ അതിങ്ങനെ വലിച്ചു കുടിച്ചത് കൊണ്ടാണ് അതിന് ഇത്രയും വലിപ്പം ഉണ്ടായത്. അപ്പോൾ അമ്മ ആ പാത്രം കാണിച്ച് അത് അതിനകത്ത് കയറി. അന്നേരം പെട്ടെന്ന് തന്നെ ഉപ്പിട്ടു. അപ്പോൾ ഉപ്പിട്ടപ്പോഴത്തേക്കും അതിൻ്റെ ദേഹത്തു നിന്ന് അത് കുടിച്ച് ആ ബ്ലഡ് എല്ലാം കൂടി അതിങ്ങനെ അത് മൊത്തം ഇങ്ങനെ ആവും. അപ്പം ഇതിൻ്റെ വലിപ്പം ഇങ്ങനെ കുറഞ്ഞു വരുക. ഈ ഉപ്പ് ഇങ്ങനെ ഇടുന്നത് കൊണ്ട് ചോരയെല്ലാം ഇങ്ങനെ പോയിട്ട് അത് ചത്തുപോകും. മനുഷ്യൻ്റെ കാലിലൊക്കെ ഇത് ഏറ്റവും കൂടുതൽ പിടിക്കുന്നത്. പിന്നുള്ളതെന്ന് പറയുന്നത് കന്നുകാലികൾ എപ്പോഴും ഈ പോച്ച ഉള്ള ഭാഗത്തൊക്കെ ഇരുന്നല്ലേ ഈ പോച്ച കഴിക്കും തിന്നുന്നത്. അപ്പം അവിടെ നിൽക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അട്ടയുള്ള ഭാഗത്തൊക്കെ ആയിരിക്കും അത് കാല് കുത്തി നിൽക്കുന്നത്. അപ്പം പോച്ച ഇങ്ങനെ കുനിഞ്ഞിരുന്ന് അത് കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ തലഭാഗത്തോ ശരീരത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്തൊക്കെ ഇതിങ്ങനെ പറ്റി പിടിക്കുകയും അവിടെ ഇരുന്ന് അത് ചോരയെല്ലാം ഊറ്റി അത് കുടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും. ആ ഉപ്പ് ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ട് അതിൻ്റെ വലിപ്പം തന്നെ കണ്ടില്ലേ, എങ്ങനെ ഇരുന്നത് ഒരു വലുതായിരുന്നു. അതിൻ്റെ വലിപ്പം ഇങ്ങനെ ചെറുതായി അത് ഇങ്ങനെ വരുക. അപ്പം ബ്ലഡ് നല്ല രീതിക്ക് പോകുന്നുണ്ട്. ചോര കുടിച്ച് കഴിഞ്ഞപ്പോഴും ചോരയെല്ലാം ഇതിൻ്റെ ശരീരത്തു നിന്ന് പോയപ്പോഴും അതിൻ്റെ ആ ഒരു വലിപ്പ വ്യത്യാസം കണ്ടോ. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ അട്ട കടിക്കുവാണെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് ആ അട്ട ആ കടിച്ച ആ ഭാഗത്തു നിന്നും താഴോട്ട് വീഴാനുള്ളൊരു ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. ഇതുപോലുള്ള അട്ടകൾ ഇപ്പം നമുക്ക് എവിടെയെങ്കിലും ഇതുപോലെ ശരീരത്ത് കയറി പറ്റി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിച്ചു പറിച്ച് കളയാൻ ഇരിക്കരുത്. ഉപ്പിട്ട് അതിൽ നിന്ന് വിടിയിക്കാൻ നോക്കണം. അല്ലെന്നെങ്കിൽ ചെറുതായിട്ട് തീ കൊടുത്ത് അതിനെ ആ മുറിവിൽ നിന്ന് വിടാൻ നോക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. തീ കൊടുക്കുന്നത് പൊള്ളലേക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഒക്കെ നമുക്കത് വേണ്ടാന്ന് വെച്ചിട്ട് ഉപ്പിടാം. അതാണ് നല്ലൊരു പോംവഴി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അട്ട ഞാൻ ചുരുണ്ടിരിക്കുവാൻ അതിനെ ഞാൻ നേരെയാക്കി. അപ്പോൾ അതിൻ്റെ സൈസ് വലിപ്പം കണ്ടോ, ആകെ വ്യത്യാസമുണ്ട്. അങ്ങനെ അത് ചത്തുപോയി. പിന്നെ നമ്മളതിനെ വെള്ളത്തിൽ എറിയുന്നില്ല, വേറൊരിടത്ത് കരിച്ച് കളയുകയോ കുഴിച്ചിടുകയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്